ഈ കഞ്ഞിവെള്ളം വെച്ചിട്ട് നല്ലൊരു ഫേസ് പാക്ക് ഉണ്ടാക്കി കാണിച്ചു തരട്ടെ. നമ്മൾ ഈ കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ച് പള്ള കളയുന്ന ഈ കഞ്ഞിവെള്ളം ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ നിങ്ങൾ ഫേസ് പാക്ക് ഉണ്ടാക്കി ഫേസിൽ ഇട്ടുവാണെങ്കിൽ ഉണ്ടല്ലോ, നമുക്ക് കണ്ണിന് ചുറ്റും വരുന്ന കറുത്ത പാടുകൾ മാറാൻ നല്ലതാണ്. നമുക്ക് ഫേസിലൊക്കെ വരുന്ന ഈ കരിവാളിപ്പും ടാനും ഒക്കെ മാറാനായിട്ട് നല്ലതാണ് കേട്ടോ. പ്രത്യേകിച്ച് ഈ നല്ല ചൂട് കാലത്തൊക്കെയും നമ്മൾ ഈ മുഖത്ത് വെയിലൊക്കെ അടിച്ച് വന്ന് ഇരിക്കുമ്പോൾ ഉള്ളൂ കരിവാളിപ്പൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പൊടി സ്കിന്ന് നല്ല നിറം വെക്കാനായിട്ട് അടിപൊളി ഫേസ് പാക്കാണ്. അപ്പോൾ എല്ലാം ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ എടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അരിപ്പൊടിയില്ലേ, വറുത്ത അരിപ്പൊടി, നമ്മൾ ഇടിയപ്പത്തിന് അപ്പത്തിന് പുട്ടിനൊക്കെ എടുക്കുന്ന ആ അരിപ്പൊടി ഒരു 1-1.5 സ്പൂണോളം എടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് അതിനകത്തേക്ക് ഒരു 1/2-3/4 സ്പൂണോളം കടലമാവ് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ കടലമാവാണെങ്കിലും അരിപ്പൊടി ആണെങ്കിലും സ്കിന്ന് നല്ല രീതിയിൽ നിറം വെക്കാനായിട്ട് അടിപൊളിയാണ് കേട്ടോ. നമുക്ക് ടാനൊക്കെ മാറാനൊക്കെ ആയിട്ട് മുഖത്ത് നല്ല രീതിയിൽ വൈറ്റനിങ് കൊണ്ടുവരാനായിട്ട് നല്ലതാണ് കേട്ടോ. അപ്പം കുട്ടികൾക്ക് ധൈര്യമായിട്ട് തേച്ച് കൊടുക്കാം. ഇതിങ്ങനെയുള്ള ഫേസ് പാക്കുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരു രീതിയിൽ സൈഡ് എഫക്റ്റ് ഉണ്ടാവത്തില്ല കേട്ടോ. അപ്പോൾ നാച്ചുറലാണ്. അപ്പം ഇതിനകത്തേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാത്തത് കാപ്പിപ്പൊടി ഇല്ലേ, കാപ്പിപ്പൊടി ഉള്ളവർക്ക് കാപ്പിപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ല രീതിയിൽ ടാനൊക്കെ പോയിട്ട് നല്ല രീതിയിൽ നിറം വെക്കാനായിട്ട് അടിപൊളിയാണ് ഈ കാപ്പിപ്പൊടി കേട്ടോ. അപ്പോൾ ഈ കോഫി പൗഡർ എടുക്കുമ്പോൾ ഇന്ന കമ്പനിയുടെ കോഫി പൗഡർ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്മുടെ വീട്ടിലുള്ള കോഫി പൗഡർ എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതിനകത്തേക്ക് നമുക്കൊരു 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നിങ്ങൾ ഇങ്ങനെ ഇത്രയും കൂട്ടുകൾ ചേർത്തിട്ട് നിങ്ങൾ ഒരു ഫേസ് പാക്കിൻ്റെ പൗഡർ ഉണ്ടാക്കി എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നമുക്കിങ്ങനെ ഒന്ന് ഫേസ് പാക്ക് ഇട്ടിട്ട് ഫേസിൽ കൊടുക്കണം എന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് എടുക്കാനായിട്ട് എളുപ്പമുണ്ട്. കാരണം നമുക്കിങ്ങനെ പൊടി ഉണ്ടാക്കി ടിന്നിലാക്കി ഫ്രിഡ്ജിലേക്ക് വെച്ചാലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്ത് ഫേസിൽ പാക്കായിട്ട് ഇട്ട് കൊടുക്കാമല്ലോ, അപ്പോൾ എളുപ്പമല്ലേ. അപ്പം ഇതുപോലെ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് കുറച്ച് കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ പാക്ക് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നതിലും കുറച്ചും കൂടെ നല്ലത് ഇതുപോലെ പൊടി ഉണ്ടാക്കിയിട്ട് ടിന്നിൽ സൂക്ഷിച്ചിട്ട് നമ്മൾക്ക് ഇങ്ങനെ കഞ്ഞിവെള്ളം കുറച്ച് വീതം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ ഫേസിലിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നിറം വയ്ക്കാനായിട്ട് നല്ലതാണ്. ടാനും അതുപോലെ നമുക്ക് ഈ കണ്ണിന് ചുറ്റും വരുന്ന കറുത്ത പാടുകളൊക്കെ ഇല്ലേ, അതൊക്കെ പെട്ടെന്ന് പോകും കേട്ടോ. പിന്നെ നമുക്കിതുപോലെ ഫേസിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്ന പാക്കറ്റ് കൊടുക്കുമ്പം നമുക്ക് സ്കിന്നിൽ ഡ്രൈ സ്കിന്നി ചില ആളുകൾക്ക് ഫേസ് പാക്ക് ഇട്ട് കൊടുക്കുമ്പോൾ സ്കിന്നിൽ ഇങ്ങനെ ഡ്രൈനെസ് വരും. അപ്പം അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ ഒരു 1-2 തുള്ളി ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ സ്കിന്നിൽ ടാൻ മാറുന്നതിൻ്റെ ഒപ്പം തന്നെ സ്കിന്നിൽ നല്ലൊരു ഗ്ലോ കിട്ടാനായിട്ട് നല്ലതാണ്. അതുപോലെ നമുക്ക് പ്രായം ചെല്ലുന്നതിനനുസരിച്ചിട്ടുള്ള സ്കിന്നിൽ ചുളിവുകൾ വീഴത്തില്ല. അപ്പോൾ അതങ്ങനെയൊന്നും വീഴാതിരിക്കാനൊക്കെ ആയിട്ടും ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പം ഈ കടലമാവ് ഇടുമ്പോൾ ചില ആളുകൾക്ക് ഒരു ഡ്രൈനെസ് വരും. അപ്പോൾ അതുകൊണ്ടാണ് ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങളിങ്ങനെ ഈ ഒരു പാക്ക് ഇടുമ്പം നമുക്ക് ഗ്ലിസറിൻ ഇല്ലാത്തവർക്ക് തൈര് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. അപ്പം 2 ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കുളിക്കുന്നതിന് ഒരു 20-25 മിനിറ്റ് മുൻപോ അല്ലെങ്കിൽ രാത്രിയൊക്കെ ടൈമിൽ നമുക്ക് കിടക്കുന്നതിനൊക്കെ മുൻപോ നമുക്കിതുപോലെ നന്നായിട്ട് ഒന്ന് ഇളക്കി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഫേസിൽ തേച്ച് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ ഫേസിലിങ്ങനെ തേച്ച് മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഈ സ്കിന്നിൽ വരുന്ന ചെറിയ ഈ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്കിങ്ങനെ ഇളകി പോരാനായിട്ട് നല്ലതാണ് ഈ ഒരു അരിപ്പൊടി ചേർത്തിട്ടുള്ള